Hi friends, Manu travel&techന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി ഗിംബലിന്റെ ഒരു വീഡിയോ ആണ്. മോസ മിനി എസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെയാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗിംബലും മറ്റേ അതേപോലെ തന്നെ ട്രൈപോഡ് പിന്നെ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരു പൗച്ച്. നമുക്കൊന്ന് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതുപോലെ ഇത് കവറൊക്കെ മാറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ യൂസർ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ വെക്കാം. അതുപോലെ തന്നെ സിൽക്ക ജെല്ല് വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള കേബിളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് കേബിളും അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മിനിമം നല്ല ക്വാളിറ്റി തന്നെ ഉള്ള പൗച്ചുണ്ട്. എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന എളുപ്പത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പൗച്ച്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്, ചെറിയൊരു മിനി ട്രൈപോഡ്. ഇനി നമുക്ക് ഗിംബലൊന്ന് പരിചയപ്പെടാം. മോസ മിനി എസ് എന്നുള്ള ഒരു കമ്പനിയാണിത്. അതുപോലെ തന്നെ ലോക്ക് ഇത് പ്രസ് ചെയ്ത് ഇതുപോലെ തിരിച്ചെടുക്കുക. ഗിംബൽ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഓൺ ചെയ്ത് ഇതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫോൺ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ല സെറ്റാക്കിയിട്ട് ആദ്യം ഫിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കറക്റ്റാക്കി വെക്കാൻ നോക്കാം. അപ്പോൾ ഫോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ കാണുന്ന ബട്ടൺ, റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഗിംബൽ നമുക്ക് ഓണായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ്. ഇത് ഫ്രീ മോഡാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം ബ്ലൂടൂത്തുമായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ വേണം. മോസ ജിനി എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മോസ ജിനി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ കാറിൽ ബ്ലൂടൂത്ത് ബട്ടൺ പ്രസ് ചെയ്ത് മോസ മിനി എസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ കാണിക്കും. അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പെയറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് കാണിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറേ ഏറെ 4K സപ്പോർട്ടുള്ളതും
അതുപോലെ തന്നെ 720-ലും 1080-ലും സ്ലോ മോഷൻ, ഹൈപ്പർ ടൈം ലാപ്സ് ഇതൊക്കെ നിങ്ങൾക്ക് അനായാസമായി ഈ ഗിംബലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് മോഷൻ ടൈം ലാപ്സ്. അതും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ മോഡ്, അതേപോലെ ക്യാമറ മോഡ്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ കൃത്യമായി ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫ്രീ മോഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഭംഗിയുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് മോഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ കാണുന്ന ഐ ബട്ടൺ 3 തവണ പ്രസ് ചെയ്ത് ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് സ്റ്റൈലായിട്ടുള്ള സിനിമാറ്റിക് ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ ജോയ്സ്റ്റിക്ക് ലെഫ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ റൊട്ടേറ്റൊക്കെ ചെയ്ത് നല്ല സ്റ്റൈൽ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ. ഈ ഒരു മോഡിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ഈ പുറകിൽ കാണുന്ന ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഗിംബൽ പഴയ രൂപത്തിൽ തന്നെ തിരിച്ചു വരും. നിങ്ങൾ ഓരോ മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഡബിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതേ മോഡിൽ തന്നെ, പഴയ മോഡിൽ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ ഒരു കിഡിലും ഓപ്ഷനാണ് ഈ ഫേസ് ട്രാക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ഇതേപോലെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പിൽ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ പോകുന്നത് ആ ഭാഗത്തേക്ക് ഇതുപോലെ ആ സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇത് കാണുന്നില്ല, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. നമ്മളെ ഫേസ് ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒബ്ജക്റ്റ് ഏതാണോ അത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, അത് ബാക്ക് ക്യാമറ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2-3 സാമ്പിൾസ് കാണാം. ഇത് ഗിംബലില്ലാതെ വിത്തൗട്ട് ഗിംബലായിട്ട് യൂസ് ചെയ്ത് വെറും മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ ഷേക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഡിഫറൻസ്. ഇത് ഞാൻ ഗിംബൽ വെച്ച് യൂസ് ചെയ്ത് 4K എടുത്ത വീഡിയോ ആണിത്. നേരത്തെ കണ്ടതും 4K തന്നെയായിരുന്നു എടുത്തത്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ ഗിംബലിൻ്റെ ഡിഫറൻസ്. അത്ര പെർഫെക്റ്റായിട്ട് നമുക്കിത് ഗിംബൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓരോ ഷോട്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതും ഗിംബൽ വെച്ച് എടുത്തൊരു വീഡിയോ ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി നോക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗിംബലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 5835 അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മൊബൈൽ വെച്ച് തന്നെ നല്ല രീതിയിൽ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതുപോലെ തന്നെ നോർമൽ ക്യാമറയൊക്കെ നല്ല വില വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ വെച്ച് തന്നെ നല്ല ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ട്രാവലിംഗ് യൂട്യൂബേഴ്സിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ്.
അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും.